പൊതുവെ 6 മാസമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ്. എന്നാൽ കൃത്രിമ അന്തരീക്ഷം ഒന്നും തന്നെ സൃഷ്ടിക്കാതെ 12 മാസവും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏപ്രിലിൽ മൊട്ടിട്ട് തുടങ്ങി മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണയായി വിളവെടുക്കുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യലായി രാത്രികാലങ്ങളിൽ ലൈറ്റ് മുഴുവൻ സമയവും ലൈറ്റ് ഇട്ടും അതുപോലെ വെള്ളം സ്പ്രേ ചെയ്തും ഇതിൻ്റെ വിളവെടുപ്പ് കാലാവധി കൂട്ടാറുണ്ട്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിലവ് കൂടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും തന്നെ ചെയ്യാതെ പ്രത്യേകമായ വളപ്രയോഗത്തിലൂടെ 12 മാസവും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് ജനുവരി മാസത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇത് ഫെബ്രുവരി മാസത്തെ വിളവെടുപ്പാണ്. നമുക്ക് ഈ മാസത്തെ വിളവെടുപ്പും അതിന് അനുബന്ധമായി നാം കൊടുക്കുന്ന വളപ്രയോഗം, അതായത് ജൈവവള പ്രയോഗവുമാണ് ഇന്ന് നമുക്ക് കാണാം. വരൂ. ഇത് ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഒരു മാസത്തിൽ തന്നെ ഇത്തരം വളപ്രയോഗത്തിലൂടെ ഒരു മാസത്തിൽ നമുക്ക് 3 വിളവെടുപ്പ് കിട്ടുന്നുണ്ട്. പൊതുവെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു മാസത്തിൽ 2 തവണയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രത്യേക വളപ്രയോഗത്തിലൂടെ ഒരു മാസത്തിൽ 3 തവണ വിളവെടുക്കാം. ഇത് ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഇത് ഫെബ്രുവരി ഒരു 11-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്ക് രണ്ടാമത്തെ വിളവെടുപ്പാണ്. ഇത് ഫെബ്രുവരിയിലെ ലാസ്റ്റിലെ വിളവെടുപ്പിനുള്ളതാണ് ഇവയൊക്കെ. അതുപോലെ തന്നെ ഇത് മാർച്ചിലെ ആദ്യ വാരത്തിലെ വിളവെടുപ്പിനുള്ള മൊട്ടുകളാണ്. മാർച്ച് മാസത്തെ രണ്ടാമത്തെ വിളവെടുപ്പിനുള്ള മൊട്ടുകളാണ് ഇവ. ഫ്രണ്ട്സ്, 12 മാസവും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ പറ്റുന്ന വളപ്രയോഗത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തടം ഒന്ന് വേരിന് കേടുകൂടാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റാം. ഇനി ഒരു ഏകദേശം 2 കിലോയ്ക്ക് നല്ല ഉണങ്ങിയ ആട്ടിൻ വളമാണ്, ആട്ടിൻ കാഷ്ടമാണ് ഇടുന്നത്. ആട്ടിൻ കാഷ്ടം തന്നെ ഇടണം എന്നൊന്നുമില്ല. നമുക്ക് ചാണകപ്പൊടിയാണ് എങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോഴിവളം ഉള്ളവർക്ക് കോഴിവളം നന്നായി കൾച്ചർ ചെയ്തിട്ട് ഉണക്കി അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാ വശങ്ങളിലേക്ക് നന്നായിട്ട് നിരത്തി ഇടാം. ഏകദേശം ഒരു ഡ്രമ്മിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നമുക്ക് ഈ വളങ്ങൾ ഇടാം. അപ്പോൾ ആട്ടിൻ കാഷ്ടത്തിന് മുകളിലായി മിക്സഡ് കമ്പോസ്റ്റാണ് ഇടുന്നത്. ഇത് ഏകദേശം ഒരു 1-1.5 കിലോ നമുക്ക് മിക്സഡ് കമ്പോസ്റ്റ് ഇതിൽ ഇടാം. ഡ്രമ്മിൽ മുഴുവൻ നന്നായി നിരത്തി കൊടുക്കണം. മൂട്ടിൽ കൂടിക്കിടക്കരുത്. ഈ മിക്സഡ് കമ്പോസ്റ്റിന് മുകളിലായി വളരെ കുറഞ്ഞ അളവിൽ ചാരം നമുക്കിടാം. ഇവിടെ ഈ ചാരത്തിൽ മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട്. മുട്ടത്തോട് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചാരം ഉപയോഗിച്ചാൽ മതി, വേനൽക്കാലമായതുകൊണ്ട്. ചാരം ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി നിരത്തി എടുക്കുന്നു. ചാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കാരണം നമുക്ക് സ്ലറി ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കി 8 വ്യത്യസ്ത സ്ലറികൾ മിക്സ് ചെയ്ത് ഒരു മിക്സഡ് സ്ലറി ഉണ്ടാക്കാം. ഇത് മിക്സഡ് ഫിഷ് അമിനോയാണ്. ഇതിൻ്റെ നിർമ്മാണം എൻ്റെ യൂട്യൂബ് ചാനൽ ജെസീസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാം. ഇവിടെ ഞാൻ 500 ml മിക്സഡ് ഫിഷ് അമിനോ ആണ്. ഇത് വിവിധ തരം ഉള്ളിത്തോടുകൾ, അതായത് വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള ഇവയുടെ ഉള്ളിത്തോടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സ്ലറിയാണ്. ഇത് 1 ലിറ്റർ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ പപ്പായയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാലൻസ് വരുന്നത് വെള്ളം ചേർത്ത്. ഇതിൻ്റെയൊക്കെ നിർമ്മാണം എങ്ങനെയാണെന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ജെസീസ് വേൾഡിലുണ്ട്.
ഇത് 1 ലിറ്റർ വാഴക്കൂമ്പിൻ്റെ സ്ലറിയാണ്. വാഴക്കൂമ്പിൻ്റെ സ്ലറി, പച്ചിലകളുടെ സ്ലറി എല്ലാം 1 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് അടുക്കള കമ്പോസ്റ്റിൻ്റെ സ്ലറിയാണ്. ഇത് 1 ലിറ്റർ. ഇത് പഴത്തൊലിയുടെ സ്ലറിയാണ്. ഇതും 1 ലിറ്റർ. അലവേര എക്സ്ട്രാക്റ്റാണ്, കറ്റാർ വാഴയുടെ ചാറ്. ഇതിൽ വെള്ളം ചേർത്ത് നമുക്ക് നേർപ്പിക്കാം. ഇപ്പോൾ നമുക്കൊരു 20 ലിറ്റർ സ്ലറി കിട്ടി. നമുക്കൊരു 1/2 ലിറ്റർ സ്ലറി ഒരു മൂടിന് വെച്ച് ഒഴിച്ചു കൊടുക്കാം, ദൂരെ കൂട്ടി. അപ്പോൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ഈ സ്ലറി നമുക്കൊരു 40 ഡ്രമ്മിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളപ്രയോഗം കഴിഞ്ഞു. ഇതുപോലെ വർഷം മുഴുവനും ഡ്രാഗൺ പഴം വിളവെടുക്കാൻ നിങ്ങളും ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി കാണുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.